ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ കയറാത്തൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാ കുടിക്കണം പോലെ 2 കാലിയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനും ഇബ്ബിയും. പിന്നെ മക്കളൊക്കെ എണീറ്റിന് ശേഷം മദ്രസക്ക് ഒഴിവായ ദിവസമായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഭക്ഷണം പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെടുത്ത് തന്നെ ചെറുകോട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പേര് ശ്രീരാഗ് എന്നാണ്. നല്ല അടിപൊളി നെയ്റോസ്റ്റും പൊറാട്ടയും ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ വെജിറ്റേറിയൻ ആണ്, എന്നാലും പൊറാട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പൊറാട്ടയും നെയ് റോസ്റ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മക്കളും ഞങ്ങളും പാടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഓർഡർ ആക്കിട്ടോ, ഞാനും ഇബ്ബിയും നെയ് റോസ്റ്റ് ഓർഡർ ആക്കി. മക്കൾക്കൊക്കെ പൊറാട്ട മതി എന്ന് പറഞ്ഞിട്ട് അവർ അതൊക്കെയാണ് കേട്ടോ എടുത്തത്. നല്ല എന്താ പറയുക, ചെറുതാണെങ്കിലും നല്ല എന്താ പറയുക സൂപ്പർ സെറ്റപ്പൊക്കെ ഉണ്ടോ നമ്മുടെ ഹോട്ടലിന്. നല്ല എന്താ ഇരിക്കാനൊക്കെ ഫാമിലിക്കും ഒക്കെ ഇരിക്കാനും നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇതിൽ പോകുന്നവർ എന്തായിരുന്നു കയറിയിട്ട് പോയി നോക്കും കേട്ടോ. നല്ല അടിപൊളി സാമ്പാറും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ പൂരി, നൂൽപുട്ട്, വെള്ളപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ തിരിച്ച് പിന്നെ നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് പോകുന്ന വഴി തറവാട്ടിലും അമ്മായിൻ്റെ അവിടെയും കക്കാൻ്റെ അവിടെയും എല്ലായിടത്തും കയറിയിട്ടൊക്കെ ഉണ്ടോ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒഴിവായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചൊക്കെ എല്ലായിടത്തും പോയി പോന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തി പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങിയതൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വാഷിംഗ് മെഷീനിൽ ഉണങ്ങാനിട്ടിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അത് വിരിച്ചിടലും അങ്ങനത്തെ പണികളൊക്കെ. അസർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെയാണല്ലോ. തുണി എടുത്ത് വെക്കുക, തുണി അലക്കിയത് വിരിച്ചിടുക, മടക്കി വെക്കുക, അങ്ങനത്തെ പണികളായിരിക്കുമല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ നമ്മൾ മോമോസ് ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു, പക്ഷേ അത് എന്താ പറയുക ഡിസൈനൊക്കെ ഒന്ന് മാറിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നുണ്ടാക്കിയപ്പോൾ ഡിസൈനൊക്കെ അതിൽ കൂടുതൽ മെച്ചത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ. അപ്പോഴാണ് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, നാളേക്ക് അരക്കാൻ ദോശക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് അത് അരച്ച് വെക്കുകയാണ്. കാരണം ഈ വക പരിപാടികളൊക്കെ നമ്മൾ തീർത്തിട്ടില്ലേ, പിന്നെ നമ്മളങ്ങനെ മറന്നു കേട്ടോ. ഓരോ തിരക്കാകുമ്പോൾ മക്കൾ ഓരോന്ന് പറയുമ്പോൾ പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ അവരെ പഠിപ്പിക്കലും കാര്യം ഒക്കെ ആകുമ്പോൾ നമ്മളിതൊക്കെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അരി അരച്ച് അത് ഇത്തിരി അപ്പസോഡ ഇട്ടിട്ട് നമ്മൾ കലക്കി വെക്കാണ്ടോ. ഞാൻ രാത്രി തന്നെ അപ്പസോഡ ഇടും, അരക്കുമ്പോൾ തന്നെ അപ്പസോഡ ഇട്ട് വെക്കും കേട്ടോ. എനിക്ക് രാവിലേക്ക് പൊങ്ങിയില്ലെങ്കിലോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് 7 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് പൊങ്ങിയിട്ടില്ലെങ്കിൽ ഒരു എന്താ പറയുക, പൊങ്ങാതെ ദോശ ചുടുമ്പോൾ അതിനെന്തോ ഒരു സുഖക്കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊങ്ങി ഇങ്ങനെ വന്നാൽ പിന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അപ്പസോഡയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കി പിന്നെ റൈസ് കുക്കറിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വക പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മൈദയൊക്കെ എടുത്തിട്ട് നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ആ മൈദേൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടായിക്കൊണ്ടോ. കാരണം നമ്മൾ മൈദയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കട്ടോ. നമ്മളെ കണക്കിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മൈദ എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണ്ടോ. നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ കുഴക്കൂലേ, അതേപോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ കയ്യിൽ ഓയിൽ തടവിയിട്ട് വീണ്ടും ഒന്നിങ്ങനെ കുഴച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള വലിയ സവാള ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് അതും ഇങ്ങനെ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക, ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. അതിനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം അതിങ്ങനെ വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചിക്കനും മല്ലിയിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, സിമ്പിളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതോടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, മോമോസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അറിയാം അതിലൊരു സിമ്പിളാണ് കേട്ടോ അതിലത്തെ മസാല. നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക മസാലപ്പൊടികൾ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓവറാക്കണ്ട കേട്ടോ. ഒരു സിമ്പിൾ മസാല ആക്കിയിട്ടാണ് കേട്ടോ മോമോസൊക്കെ ഫില്ലാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പ്രസ്സറിൽ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണ്ടോ. ചെറിയ ബോളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് എടുത്ത് കട്ടാക്കി എടുത്താലും മതി. ഞാനിങ്ങനെ മെഷീനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാണ്ടോ. വേഗം ആവാല പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് എങ്ങനെയാണോ പണികളൊക്കെ വേഗം തീരാന്നില്ലതാണ് കേട്ടോ നോക്കൽ. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞിങ്ങനെ ചുറ്റി ഒരു കിഴി പോലെ ആക്കി എടുക്കാണ്ടോ. അപ്പോൾ ഞാൻ ക്യാമറയിൽ നിന്ന് കൈ ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് അതിൽ ഇല്ലാന്നില്ല കേട്ടോ. അങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ കിട്ടുക.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ ചിലപ്പോൾ ശരിയായിട്ടില്ല എന്ന് വരും, എന്നാലും വേണ്ടില്ല, നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ചുറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഷേപ്പ്. അപ്പോൾ കഴിഞ്ഞേക്കാൾ കൂടുതൽ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടോ നമ്മളെ മോമോസിന്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഇവിടെ ഷെയർ ആക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെ ആവി കയറ്റുന്ന പാത്രം ഉണ്ടല്ലോ, നമ്മളിതൊക്കെ ഉണ്ടാവും, നമ്മൾ ഇതൊക്കെ പഴവും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കാണ്ടോ. അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇതാ തുണികൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ മടക്കാൻ, അത് വേഗം പോയി മടക്കുകയാണ്. അത് മടക്കി പകുതി ആകുമ്പോഴത്തേക്കും നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പണി കഴിയോളം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇതവിടെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞനുസരിച്ചൊക്കെ പരിപാടികൾ നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവ് കിട്ടണോ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ പണികൾ അങ്ങനെ ഒതുക്കി കൊടുക്കുക, എന്നാൽ തന്നെ ഉള്ളൂ കേട്ടോ നമുക്കൊക്കെ സമയം ലാഭിക്കാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഓരോ പണി കഴിഞ്ഞിട്ട് അടുത്ത പണി എടുക്കാമെന്ന് വിചാരിച്ചാൽ അതവിടെ ഇങ്ങനെ കിടന്ന് കുന്നുകൂടി കിടക്കും കേട്ടോ. പിന്നെ നമ്മളവിടെ വരുമ്പോൾ വേറെ എന്തെങ്കിലും മക്കൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിമ തിരിഞ്ഞ് പോയാൽ ഈ പണി അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മോൻ്റെ ഇങ്ങനെ സെക്ഷൻ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. കാരണം മക്കളത് ഇങ്ങനെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അവരിങ്ങനെ എന്താ പറയുക, ഒരു ദിവസം ഒരു 2-3 ഒക്കെ അയച്ചിട്ടോ, സ്കൂളൊന്നും ഇല്ലെങ്കിൽ പറയും വേണ്ട, അങ്ങനെ ചളിയാവുക വെള്ളമാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ഭാഗത്ത് മക്കളത് മാറ്റിയെടുത്തിരുന്നു. പിന്നെ അതാ ഇബാന ഷർട്ടുകളൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആംഗിളിൽ വെക്കട്ടെ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ട്രൈ ആക്കിക്കോളി. നമ്മളിങ്ങനെ എന്താ പറയുക യൂട്യൂബിലൊക്കെ കാണും, അല്ലെങ്കിൽ ഹോട്ടലിൽ ഓർഡർ ആക്കിയാൽ നമുക്ക് കഴിക്കുന്നല്ല, നമ്മൾ വീട്ടിൽ തന്നെ എന്തായാലും എല്ലാതും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചിലപ്പോൾ ഷേപ്പിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക് യു.